ശ്രീ കെ എസ് അരുൺകുമാർ, അതായത് 2019 ഏപ്രിൽ 12 മുമ്പുള്ള ഡേറ്റയും കൂടി കമ്പയർ ചെയ്താൽ, അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ ആരംഭിക്കുന്നത് 2018 ജനുവരി മാസം 1-ാം തീയതിയാണ്. അങ്ങനെ 2018 മുതൽ 2024 വരെ കണക്ക് പരിശോധിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി BJPക്ക് 8,451 കോടി രൂപ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1,950 കോടി രൂപ, തൃണമൂൽ കോൺഗ്രസിന് 1,707 കോടി രൂപ, ഭാരത് രാഷ്ട്ര സമിതി BRSന് 1,407 കോടി രൂപ, ബിജു ജനതാദൾ 1,010 കോടി രൂപ. ഈ ബിജു ജനതാദളും BRSും രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നവരാണെന്ന് ഓർക്കണം, തെലങ്കാനയും ഇപ്പോഴും ഭരിക്കുന്ന ഒഡീഷയും. തൃണമൂൽ കോൺഗ്രസ് ഞാൻ പറഞ്ഞു, BRS പറഞ്ഞു, ബിജു ജനതാദൾ. YSR കോൺഗ്രസ് പാർട്ടിക്ക് ആകെ 502, തെലുങ്കുദേശം പാർട്ടിക്ക് 320, ശിവസേനയ്ക്ക് 227, അവർ ഇടയ്ക്ക് മഹാരാഷ്ട്രയിൽ ഭരണത്തിലുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് 69, NCPക്ക് 53.95, ജനതാദൾ യുണൈറ്റഡിന് 24, സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 6 കോടി. ഇങ്ങനെ ഭരണാധികാരമുള്ള പാർട്ടികൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അഭിനന്ദനപരമായി കാണുന്നു. ഒരു സംസ്ഥാനം, കേരളം എന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോൾ BRSനോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനോ DMKക്കോ ഒക്കെ കിട്ടിയതുപോലെ ഈ പറഞ്ഞതുപോലെ ഭരണത്തിൽ നിന്ന് ആനുകൂല്യം പറ്റാൻ താല്പര്യമുള്ള കോർപ്പറേറ്റുകൾ പണം നൽകേണ്ടതാണ്. അതെന്തായാലും ആ നിലയ്ക്ക് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ്. ഇവിടെ ഇപ്പോൾ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പൂർണ്ണമായ വിവരം പുറത്തു വന്നാൽ, അതായത് ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൂടി പുറത്തു വന്നാൽ കൃത്യമായി ഏത് പാർട്ടിക്ക് ആര് കൊടുത്തു എന്നുള്ളത് വരുമ്പോൾ ഇത് അഴിമതി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി കൊടുത്ത പണമാണെന്ന് വെളിയിൽ വരുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും അങ്ങിപ്പോ പറഞ്ഞല്ലോ, CPM CPI ഈ രണ്ട് പാർട്ടികൾ മാത്രം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നിയമ പോരാട്ടം നടത്തി. സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് കണ്ടെത്തി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് റദ്ദു ചെയ്തു. ഇത്രയും വലിയൊരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ശരിക്കും ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് അഴിമതി പുറത്തു കൊണ്ടുവന്ന, ജനാധിപത്യത്തെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ അഴിമതി പുറത്തു കൊണ്ടുവന്ന പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും സംഘപരിവാർ ഹാൻഡിലുകളുമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് ഇന്നലെയും ഇന്നും കാണുന്നത്. അവർ നടത്തുന്ന പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1% വോട്ട് വേണം, CPMന് 1% വോട്ട് ഇല്ല എന്നതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് ഒന്നും നിയമപരമായി കിട്ടില്ല, അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്ന് വിചാരിച്ച് CPM നിയമ പോരാട്ടം നടത്തി എന്നതാണ് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം. ഞാൻ ഒറ്റ വാചകം വായിക്കാം. Only the political parties registered under Section 29A of the Representation of People Act and which secured not less than 1% of the votes polled in the last general election to the House of People or Legislative Assembly of the state shall be eligible to receive the electoral bond. ലോകസഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനോ 1% വോട്ട് കിട്ടിയവർ ഇലക്ട്രൽ ബോണ്ടിന് അർഹരാണ്. കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡ പ്രകാരമാണ് 2018 ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തു തുടങ്ങിയത്. അന്ന് CPMന് ദേശീയ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ടിംഗ് ശതമാനം 3.25%. 2019 തെരഞ്ഞെടുപ്പിൽ അത് 1.75%. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ പോലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാനും പൂർണ്ണമായി അർഹതയുള്ള പാർട്ടി തന്നെയാണ് CPM. സംസ്ഥാന വോട്ടിംഗ് എടുത്തു നോക്കിയാൽ കേരളത്തിലെ CPMന്റെ വോട്ടിംഗ് ശതമാനം അന്ന് 26ആണ്, CPMന് ഒറ്റയ്ക്ക്. അതുപോലെ ത്രിപുരയിലും ബംഗാളിലും എല്ലാം മെച്ചപ്പെട്ട ഒരു വോട്ടിംഗ് ശതമാനമുണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ ശതമാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. അപ്പോൾ തങ്ങൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നിയമ പോരാട്ടത്തിന് പോയി എന്ന രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളപ്രചരണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഞങ്ങൾ ഭയപ്പെടില്ല, കാരണം ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ആദ്യം എന്താണ് SBI പുറത്തു കൊണ്ടുവന്ന എന്താണ്? ബോണ്ട് വാങ്ങിയ വ്യക്തി ആരാണെന്ന് പുറത്തുവിട്ടു, തീയതി, അതിന്റെ മൂല്യം പുറത്തുവിട്ടു. രണ്ടാം ഘട്ടത്തിൽ പാർട്ടി ഏത് എന്ന് പുറത്തുവിട്ടു, ബോണ്ട് പണമാക്കിയ തീയതി പുറത്തുവിട്ടു, ബോണ്ടുകളുടെ മൂല്യം പുറത്തുവിട്ടു. പക്ഷേ ഇപ്പോഴും ആരുടെ ബോണ്ട് ഏതു പാർട്ടിക്ക് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള സുതാര്യമായിട്ടുള്ള പട്ടിക പുറത്തു വിട്ടില്ല. അതിനുവേണ്ടി എത്ര അന്യായമായിട്ടുള്ള വാദങ്ങളാണ് SBI നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഡേറ്റ് എക്സ്റ്റൻഷൻ ജൂൺ 30 വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വേണമെന്നൊക്കെ പറഞ്ഞു പോയി. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ SBIയുടെ വാദം കേട്ടാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള വാദമാണ് എന്ന് സംശയിക്കേണ്ടി വരുമല്ലോ എന്ന് കൃത്യമായി ചോദിക്കുകയാണ്. ഏറ്റവും വലിയ 4ാമത്തെ പൊതുമേഖലാ ബാങ്കായ SBI ഇത്ര തരത്തിൽ കള്ളത്തരം കാണിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. അങ്ങനെ പോലെ ഒന്നാമത്തെ കാര്യം, ഇവിടെ കൃത്യമായി ED അന്വേഷണം നടത്തിയ 30ഓളം കമ്പനികൾ, ഞാൻ പറയട്ടെ, 30ഓളം കമ്പനികൾ, ED അന്വേഷണം നടത്തിയ 30ഓളം കമ്പനി അന്വേഷണം ആരംഭിക്കും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി 1-2 പേപ്പർ എടുത്തുകൊണ്ട് പോകും, FIR രജിസ്റ്റർ ചെയ്യും.
ഒരാഴ്ചക്കുള്ളിൽ വലിയ തോതിലുള്ള ഇലക്ട്രൽ ബോണ്ട് വന്നിരിക്കുകയാണ്. അത് ഗൗരവത്തോടെ ഈ രാജ്യം ചർച്ച ചെയ്യണ്ടേ? സംസ്ഥാനങ്ങളെ ശിഥിലമാക്കാൻ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ, NCP ശിവസേനയെ തകർക്കാൻ, മന്ത്രിസഭയെ താഴെ ഇറക്കാൻ എല്ലാത്തിനും ED ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പൊ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് അവരുടെ ED റെയ്ഡ് ചെയ്തതെന്നാണ് 4/2/2022 ആദ്യമായി ഇലക്ട്രൽ ബോണ്ട് എടുത്തതെന്ന 7/4/2022. അതായത് ED വന്ന് റെയ്ഡ് ചെയ്ത് 5-ാം ദിവസം പോയി ഇലക്ട്രൽ ബോണ്ട് എടുക്കുകയാണ്. അർബിദോ ഫാർമ അറസ്റ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ എന്നാണ് 10/11/2022. 5 ദിവസം കഴിഞ്ഞ് 15/11/2022 പോയി ബൾക്കായിട്ട് ഇലക്ട്രൽ ബോണ്ട് എടുക്കുകയാണ്. ഷിർദി സായി ഇലക്ട്രിക്കൽസ് IT റെയ്ഡ് നടത്തിയത് 20/12/2023. പിന്നെ അടുത്ത മാസം 11/1/2024 പോയി ഇലക്ട്രൽ ബോണ്ട് മേടിക്കുകയാണ്. അങ്ങനെ എത്രയോ കമ്പനികൾ, എൻ്റെ കയ്യിൽ എല്ലാ ലിസ്റ്റും ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഗുരുതരമായി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഇലക്ട്രൽ ബോണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേട്ടപ്പട്ടിയായി വിട്ട് ഒന്ന് കുരയ്ക്കും, ഒന്ന് കടിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ബൾക്കായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് തിരിച്ചു വരികയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? നഷ്ടത്തിലോടുന്ന കമ്പനികൾ വരെ ബൾക്കായിട്ട് ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു. അപ്പൊ ഭാരതി എയർടെൽ അവസാനത്തെ 4 വർഷത്തെ നഷ്ടം 65 കോടിയാണ് ആ കമ്പനി അംഗീകരിച്ചിരിക്കുന്നത്. അവർ 198 രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിരിക്കുന്നു. നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി 4 വർഷത്തെ നഷ്ടം 496 കോടിയാണ്, 55 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് 4 വർഷത്തെ ലാഭം 110 കോടിയുള്ളൂ. ലാഭം 110 കോടിയുള്ളപ്പോൾ 410 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തു. അതായത് ഗവൺമെന്റിൽ നിന്ന് വലിയ തരത്തിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്തി പല ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ, ഗവൺമെന്റിന്റെ അതല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ ഒക്കെ കൈക്കൂലി വാങ്ങിച്ചാൽ കൈക്കൂലി നോട്ടിലാണല്ലോ വാങ്ങുന്നത്. വിജിലൻസ് മറ്റേ സാധനം പുരട്ടി അവരെ പിടിക്കുകയാണ് ചെയ്യുക. അപ്പോ അഴിമതി കൈക്കൂലി കൊടുക്കാൻ ലീഗലായ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ഇങ്ങനെ കൊടുക്കാം. അനോണിമസ് ആയി കൈക്കൂലി കൊടുക്കാനുള്ള വഴിയായല്ലോ ദ്രവിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് CPM ആണ്. ഇപ്പോഴും കോടതിയിലെ ഹർജിയുമായി പോയിരിക്കുന്നു CPM ആണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കളിയാക്കിക്കോ, ഞങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കോ, നുണപ്രചരണം നടത്തിക്കോ, പക്ഷേ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നിയമ പോരാട്ടത്തിലൂടെ ശരി. ഓക്കെ എനിക്കൊന്നും അരുണിന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ അരുണിലേക്ക് വരാം.